ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യരുത്. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. അടുത്തത് ഞാൻ ഇപ്പം വെച്ച് തരാം, ഇത് കാണാൻ. മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നത് ഒരു ബോംബിട്ടു. ആരുടെ മുന്നിലിട്ടത്? നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക്. ഓരോ എടുത്ത് തിരിച്ച് താത്താന്റെ അണ്ണാക്കിനെ കിട്ടും. കണ്ണക്കടിയോടെ കാണലടാ. സംസാരിക്കാൻ കഴിവുണ്ട്, കുറച്ച് കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി മറ്റാർക്കും ആ കഴിവില്ല എന്ന് ചിന്തിക്കരുത്. സഹോദരി സഹോദരന്മാരെ, ഈ വീഡിയോ നിങ്ങളൊന്ന് ഫുൾ കണ്ടു നോക്ക്. എന്തൊക്കെയാണ് കാണുന്നത് നിങ്ങളൊന്ന് പറയൂ. ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യരുത്. അയ്യോ, ആരോടാണ് ഈ വാശി? ആരോടാ? എന്നോടോ അതോ റബ്ബിനോടോ? താൻ ചെയ്ത പാപത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം, വേറെ ആരും അനുഭവിക്കത്തില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു, കേൾക്കാൻ ആഗ്രഹമുള്ളവർ കേട്ടു, ഒഴിവാക്കി. അല്ലാത്തവർ ഇങ്ങനെ ഓരോന്ന് ചെയ്തു. ഓണം എന്തായാലും തട്ടമിട്ട സുന്ദരികൾ തൂക്കിയിരിക്കുകയാണ്. കണ്ടു നോക്ക്, ഇതല്ലടാ ഓണം. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓണം അത് വേറെ ലെവലാണ്. കണ്ടു നോക്ക്. ഹറാം ഈസ് ഹറാം. അത് എത്ര വലിയ ആൾ ചെയ്താലും സിനിമ താരം ചെയ്താലും അത് ഹലാലാവൂല. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. അവിടെ ഉസ്താദ്, നിങ്ങൾ മറ്റേ അവർ തൂക്കിയില്ലേ, ഇവർ തൂക്കിയില്ലേ, നിങ്ങൾ അവർ തന്നെ തൂക്കിയില്ലേ? അത് കണ്ടു നോക്ക്, വീഡിയോ കണ്ടു നോക്ക്. അപ്പൊ തുടങ്ങല്ലേ, കേൾക്കട്ടെ എന്താണ്. ചില അമ്മായിമാരുണ്ട് ആദ്യ കാലത്ത് സകല ഉടായ്പകളും ഹാറാമ്പർക്കും കാണിക്കും. എന്നിട്ട് കുറച്ച് പ്രായമാകുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ ഉപദേശിക്കാൻ പറ്റും. തട്ടണം, ഡാൻസ് പഠിക്കും, അങ്ങനത്തെ ഒന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇതൊക്കെ എന്താണ്? മണി മാറ്റേഴ്സ്. ഇവർക്ക് വേണ്ടി കൈയടിക്കുന്ന ആളുകളുടെ കൈയടികൾ ഇവർ ഡോളറാക്കി മാറ്റി. കാരണം പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. അവിടെയാണ് വരുന്നത്, കമ്പനീന്റെ വീഡിയോസ് ആണ് വരുന്നത്. നമ്മുടെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഇവരുടെ വീഡിയോ കണ്ടിട്ട് വേണം നന്നാവാൻ. അതിനൊക്കെ അവരുടെ ഫാമിലി ഇല്ലേ, വീട്ടുകാരില്ലേ? അപ്പോൾ മോളുടെ പ്രശ്നം ഞാൻ ഡോളർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അല്ലേ? എന്നാൽ ആ പരിഭവം ഞാൻ അങ്ങോട്ട് മാറ്റിത്തരാം. അതല്ല, ഭിന്നതയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ലക്ഷ്മി നമ്മളെ പെങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു, നമ്മളും രാജ്യവും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചാൽ നമുക്ക് അവരുടെ സമുദായത്തെ തള്ളിപ്പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു ബന്ധമാണ്. അങ്ങനത്തെ ആളുകൾ എൻ്റെ കൂട്ടുകാരുണ്ട് മൂത്തടുത്ത്. എൻ്റെ ഒപ്പം ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവർ. നമുക്ക് അവരുടെ സമുദായത്തെ തള്ളി പറയാൻ പറ്റില്ല. അവരെ ആഘോഷങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അവരെ വീട്ടിൽ ഓണുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കും, നമ്മളെ വീട്ടിൽ പെരുന്നാളുണ്ടെങ്കിൽ ഒരു ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ കൊണ്ട് ഒഴിവാക്കിയപ്പോൾ പിന്നെ ആഘോഷങ്ങളിലെ ഭക്ഷണം പോലും പരസ്പരം കഴിക്കാൻ പാടില്ല എന്നുള്ളിടത്താണ് മതപരമായ ഫത്വ. അതിനൊക്കെ എത്താനുള്ള കാരണം എന്താ? ഈ ഒരു വൈജാത്യത, അങ്ങനെ ഒരു കെട്ടുപടഞ്ഞ് കിടക്കുന്ന ചരിത്രമാണ് ഹിന്ദു മുസ്ലിം ചരിത്രം. ചോയിയുടെ അമ്പലം നിൽക്കുന്നുണ്ട് പൊന്നാനിൽ, വലിയങ്കോടിനടുത്ത് 3 ഏക്കർ ഭൂമി. ഈ ഭൂമി കൊടുത്താരാ? അമ്പലം വെക്കാൻ, ചോയിൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് പള്ളി കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും, വെളിയങ്കോട് പള്ളി കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്, അതിൻ്റെ എല്ലാ പണിയും മുന്നിൽ നിന്ന് പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചും സേവനം ചെയ്ത് ചോയ്യ. വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഇത്രത്തോളം മാറ്റം അൽഹംദുലില്ലാ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് ഞാൻ ഇങ്ങനെ കാണുന്ന റീൽസിൽ വരുന്ന ദീനിപരമായിട്ടുള്ള വീഡിയോസിനുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ അറിവുകൾ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായി. അതുകൊണ്ട് തന്നെ ഞാനും അത് തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എൻ്റെ പാസ്റ്റ് വീഡിയോസ് അതിൽ ഒരു കുഴപ്പമില്ല, ആകെ മേക്കപ്പും മ്യൂസിക്കും മാത്രമേ ഉള്ളൂ. മാന്യമായി വസ്ത്രവും ധരിച്ച് തട്ടവും ഇട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. പാസ്റ്റ് നോക്കുമായിരിക്കും, പക്ഷേ എൻ്റെ റബ്ബ് പാസ്റ്റ് അല്ല, എൻ്റെ പ്രസൻറ്റാണ് നോക്കുന്നത്. എനിക്കത് മതി, മനസ്സിലായോ? ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടറില്ലേ, ഇവരാണ് കാരണം.
നടക്കൂല. മുസ്ലിം നാമധാരികൾ, ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? 3, സംഘികളും ക്രിസ്സംഘികളുമായിട്ടുള്ളവർ, ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു? അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ഷെയ്ത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലുമുണ്ട്. അവരുടെ വലയിൽ ദയവേത് നിങ്ങൾ വീണു പോവരുത്. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ വ്ളോഗേഴ്സായിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണുക കേട്ടോ. വിമർശനം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പം ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എൻ്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹിജാബ് ഇട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനാക്കില്ല. മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. കാലഘട്ടം മാറിയേ, പിള്ളേരൊക്കെ വേറെ ലെവലാണ്. അവരെയൊക്കെ അവരുടെ വഴിക്ക് വിടും. നിങ്ങൾ ഈ ഓണം കഴിയുന്നത് വരെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പരിസരത്തോട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുരു പൊട്ടും, ഇല്ലെങ്കിൽ പിള്ളേര് പൊട്ടിക്കും. കാരണം പിള്ളേർ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. ദാ ഇതുപോലെ അവരതെടുത്ത് പോസ്റ്റ് ചെയ്യും, നിങ്ങൾ അത് കാണും, പിന്നെ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നത്തെ തലമുറയിലെ മുസ്ലിം പെൺകുട്ടികളോട് ഡാൻസ് കളിക്കരുത്, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല. കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം? ഇസ്ലാം എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ചരിത്രം എന്താണെന്നറിയോ? ഇസ്ലാമിൽ ഹിജാബിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? വായിൽ നാവുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി വിഡ്ഢിത്തം പറയാൻ നിൽക്കരുത്. ട്രെൻഡിനനുസരിച്ച് മാറ്റാനുള്ളതല്ല ഇസ്ലാം. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ഉണ്ടാകും. അതനുസരിച്ച് ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ഈ ലോകത്തുണ്ട് മോളെ. ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഇതിലെവിടെ തിരുവാതിര? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അതിമനോഹരമായിട്ട് ഓണത്തിന് തിരുവാതിര കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെവിടെ? ഹിജാബ് ധരിച്ച് 25, 30, 40, 50 ഗ്രൂപ്പ് ഡാൻസുകൾ നടത്തുന്ന പെൺകുട്ടികളിൽ എല്ലാവരും മുസ്ലിംസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് മതം പറയരുതെന്ന് പറയാൻ നിങ്ങളാരാ? സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയാണോ? എൻ്റെ കൂട്ടുകാരൻ അപ്പു അവനെനിക്ക് ഓണമായിട്ട് എടുത്തു തന്നെയാണ് ഷർട്ട്. പെരുന്നാളിന് അവന് ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം, എല്ലാവരും കളറാകട്ടെ. അതുകൊണ്ട് തന്നെ ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാതെ ജീവിക്കാൻ നോക്കുക. അവർക്കും എൻ്റെ കുടുംബത്തിന്റെ ഒരു അടിപൊളി ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ്. അത് ഏത് പുരാണാലും ഇതിഹാസമാകാം. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ ചോദിച്ചത്. കാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പാടി എന്നെ തേച്ച്, ആ പാട്ടും പാടി നടന്ന് എന്നെ തേച്ച്. ഇപ്പൊ മാവേലി ആരുമല്ല. മക്കളെന്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാൻ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ, ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. 3 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ ബോർഡറായിട്ട് ഒരു സ്ഥലത്തൊരു പ്രസംഗിച്ച പ്രസംഗമാണ്. ഏകദേശം ആ ഒരു സമയം എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കുന്ന ഒരു സമയം തന്നെയാണ്. ആ ഒരു സമയത്ത് പ്രസംഗത്തിന് പോയ സമയത്ത് അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഇതുവരെ ഉസ്താദെ നമ്മുടെ നാട്ടിൽ ഓണാഘോഷം മറ്റൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളോട് അതിൻ്റെ ആ ഒരു ഓണം ആഘോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ നമ്മുടെ പെൺകുട്ടികൾ ഡ്രസ്സ് ധരിച്ച് ചാടാൻ പോകുന്നു, തുള്ളാൻ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് ഒരു 3 കൊല്ലം മുമ്പത്തെ പ്രസംഗത്തിൽ അവിടുത്തെ സംഘാടകർ പറഞ്ഞത് പ്രകാരം പ്രസംഗിച്ച പ്രസംഗമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച മുമ്പ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളിത് എഡിറ്റ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളോട് ഇതിനെ പറ്റിയിട്ട് ഒരു കണ്ടൻറ്റ് ആ ഒരു 3 കൊല്ലം മുമ്പത്തെ കണ്ടൻറ്റ് എന്ത് ചെയ്തു അപ്ലോഡ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൻ്റെ പുറമെ നമ്മുടെ നാട്ടിലുള്ള ബ്ലോഗർമാരും മറ്റ് ഇൻഫ്ലുവൻസർമാരെല്ലാം ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ മാത്രം കട്ട് ചെയ്തിട്ട് അതൊരു വർഗീയതയിലേക്ക് കടത്തുന്ന രീതിയിലേക്ക് അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത് അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്ലാം മത വിശ്വാസികളോടാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓണം ആഘോഷിക്കരുതെന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് അതിലുദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല അതൊന്നും അല്ല പറയുന്നത്. ഇപ്പോൾ എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ പുന്നപ്ര എന്ന് പറയുന്ന സ്വദേശമാണ്. ഞാൻ ഏകദേശം എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-12 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവക്കം ഒരു ഹൈന്ദവ സഹോദരിയാണ്. ഞാൻ അവരുടെ വീട്ടിലാണ് ഏകദേശം ഒരു 12 വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അവരെ അമ്മയെന്നാണ് വിളിക്കുക, അച്ഛ എന്നാണ് ഞാൻ അവരെ വിളിക്കുക. ഞങ്ങൾ പരസ്പരം അത്രത്തോളം ബന്ധമുള്ളവരാണ് ഹൈന്ദവ സഹോദരങ്ങളായിട്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രസക്തമായിട്ട് ഞാൻ ഏറ്റവും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് തട്ടം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂൾ കോളേജുകളിൽ അത്തപ്പൂക്കള മത്സരങ്ങൾ അതും ഇതൊക്കെ നടക്കുമ്പോൾ സെറ്റ് സാരി എടുത്തുകൊണ്ട് അവരുടെ ശരീരം മറക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഇതാണ് ആ ഒരു പ്രസംഗത്തിൻ്റെ ആകത്തുകയെന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകളത് ഒരു ഒടിച്ചു മടക്കിയിട്ട് ആഷിഖ് ദാരിമി എന്ന് പറയുന്ന പ്രഭാഷകൻ വർഗീയത തുപ്പി എന്ന് പറഞ്ഞ രീതിയിൽ അതാക്കി തീർക്കുന്നത് എന്നതിന് ശ്രമം എന്നറിയില്ല. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഭീഷണി വരെ വരുന്നുണ്ട്. ഇത് നമ്മുടെ തൊട്ട അയൽവാസി ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം വന്ന് നമ്മളെ ഒരു രമേശ് എന്ന് പറയുന്ന സഹോദരനാണ്, അല്ലെങ്കിൽ സുനിൽ എന്ന് പറയുന്നൊരു സഹോദരനാണ്. അവർ വന്നിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയും നമ്മൾ പോയി ഓണസദ്യ കഴിക്കുന്നതിന് ഇസ്ലാം യാതൊരുവിധ തടസ്സവും പറയുന്നില്ല. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊരു ചേച്ചി വന്നിട്ട്, ഇപ്പോൾ എൻ്റെ ഉമ്മ ഷൈമ എന്ന് പറയുന്ന സഹോദരി, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് എൻ്റെ ഉമ്മാനോട് പറയാം, ഷൈമ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, ഓണസദ്യ ഉണ്ടാക്കണം, ആളില്ല, ഒന്ന് കൂടെ വരുമെന്ന് ചോദിച്ചാൽ അതിൽ പോയി പങ്കെടുക്കണമുണ്ട്. ഇസ്ലാമിൽ യാതൊരുവിധ കുഴപ്പമില്ല. അതിനു പുറമെ നമ്മൾ സെറ്റ് സാരി എടുത്ത് അല്ലെങ്കിൽ തലമറക്കാതെ അല്ലെങ്കിൽ മഫ്ത ഇട്ട് തന്നെ ഡാൻസ് കളിക്കാൻ പോവുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇസ്ലാം പറയാത്ത കാര്യങ്ങളിലേക്ക് പോവുകയും അതിനെതിരെയാണ് ഈ ഒരു പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് കേൾക്കുന്ന ആർക്കും കൂടിയും വേണ്ടേ കുറച്ച് സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യം. നീ പറയുന്ന ഇതൊക്കെ കേൾക്കുന്ന ഓഡിയൻസ് വേണ്ടേ? നിന്നെയൊക്കെ തലയിൽ കയറ്റി വെച്ച അവന്മാരെ വേണം ഫസ്റ്റ് ചാവട്ടെ. അവിടെ നന്നായിക്കൂടാ.